യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 10ാമത്തെ ആഴ്ച, വെള്ളിയാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന വിഷയം കർത്താവേ, അങ്ങേ മുഖം ഞാൻ തേടുന്നു എന്നാണ്. സങ്കീർത്തനങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് ഇന്നത്തെ 1ാം വായനയിൽ ഏലിയ ദൈവത്തെ അന്വേഷിക്കുകയാണ്. ദൈവത്തിൻ്റെ മലയായ ഹോരബിലെത്തി ഒരു ഗുഹയിൽ വസിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സ്വരം അവൻ ശ്രവിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവിടെ സ്വരം പറയുന്നത് പ്രകാരമാണ്: നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക എന്ന്. അതിനെ തുടർന്ന് ഏലിയ മലയുടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് നിൽക്കുകയാണ്. അവിടെ വെച്ച് ദൈവം അവൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ മുൻപിൽ മലകൾ പിളരുന്നതായും പാറകൾ തകരുന്നതായും കൊടുങ്കാറ്റ് ഉണ്ടാകുന്നതായും ഭൂകമ്പം ഉണ്ടാകുന്നതായും അഗ്നി ഉണ്ടാകുന്നതായിട്ടും അവൻ കാണുന്നുണ്ട്. എന്നാൽ അവിടെ എങ്ങും അവൻ ദൈവത്തെ കണ്ടുമുട്ടുന്നില്ല. അവൻ ഗുഹയ്ക്കുള്ളിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സ്വരമുണ്ടാവുകയും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രകാശം കാരണം അവന് അത് നേരിട്ട് കാണുവാൻ പറ്റാത്തത് കൊണ്ട് മേലങ്കി കൊണ്ട് മുഖം മറയ്ക്കുന്നതായിട്ടാണ് കണ്ടുമുട്ടുക. ഈ ഒരു സന്ദേശം ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ദൈവ സന്നിധിയിൽ നാം നിൽക്കുക എന്ന് കർത്താവ് നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കുക. ചിലപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ ആയിരുന്നാൽ പോലും എനിക്ക് എൻ്റെ കർത്താവിനെ തിരിച്ചറിയുവാനോ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടുവാനോ സാധിക്കണമെന്നില്ല. എന്നാൽ അവിടുത്തെ സാന്നിധ്യം എന്നോടൊപ്പം എന്നുമുണ്ടാകും. കാരണം ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കണമെങ്കിൽ ഞാൻ അവിടേക്ക് ചെല്ലണം. സാധാരണഗതിയിൽ നമ്മളിൽ പലരും ദൈവസന്നിധിയിലേക്ക്, ദൈവാലയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് മടി കാണിക്കുന്ന ഒത്തിരി പേരാണ്. ക്രിസ്തുനാഥൻ നമ്മളോട് പറയുന്നത് അതുതന്നെയാണ്: നിങ്ങൾ മടി കൂടാതെ എൻ്റെ അടുക്കലേക്ക് ഓടി വരിക. നിങ്ങൾ എൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ ഞാനുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആയതിനാൽ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം എവിടെയാണോ വസിക്കുന്നത് അവിടേക്ക് കടന്നു ചെല്ലുവാനായിട്ട്, ദൈവം വസിക്കുന്ന ഇടം നല്ല രീതിയിൽ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം വസിക്കുന്നത് എൻ്റെ ഉള്ളിലാണ് എങ്കിൽ എന്നെ തന്നെ നന്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുക. ദൈവം വസിക്കുന്നത് എൻ്റെ ഭവനത്തിലാണ് എങ്കിൽ ആ ദൈവം വസിക്കുന്ന ആ ഭവനത്തിനെ ഒരുക്കി നിർത്തുവാനായിട്ട് ശ്രമിക്കുക. ദൈവം വസിക്കുന്നത് ദൈവാലയത്തിലാണ് എങ്കിൽ ദൈവാലയത്തിലേക്ക് കടന്നു വരിക. ദൈവത്തെ കണ്ടുമുട്ടുവാൻ പറ്റുന്ന എല്ലായിടങ്ങളിലും ചെന്ന് ദൈവത്തെ കണ്ടുമുട്ടുക. ദൈവത്തോടൊപ്പം ആയിരിക്കുവാനായിട്ട് ശ്രമിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.